മാക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂസർ ഇൻ്റർഫേസ് ആണ് 3D മാക്സിനെ കുറിച്ച്. 3D മാക്സ് 2023 വേർഷനിൻ്റെ A to Z ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ബേസിക്സ് തുടങ്ങി അതിൻ്റെ എൻഡ് വരെയുള്ളൊരു ക്ലാസ്. അതായത് നിങ്ങൾക്ക് 3D മാക്സ് പഠിക്കാത്ത ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രൊഫഷണലായിട്ട് ഒരു വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പ്രാപ്തരാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എൻ്റെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ക്ലാസ്സുകളും കാണുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഈ മുകളിൽ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ മെനു എന്ന് പറയുന്നത് കേട്ടോ. ഈ ഫയൽ, എഡിറ്റ് ടൂള്, ഈ കാണുന്നതെല്ലാമാണ് മെയിൻ മെനു എന്ന് പറയുന്നത്. ഈ ഫയലിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ന്യൂ ഉണ്ട്, അതേപോലെ റീസെറ്റ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം, സേവ് ചെയ്യാം, സേവ് ആസ് ചെയ്യാം, ഇമ്പോർട്ട് എക്സ്പോർട്ട്, ഇതെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്നത് ഫയലിലാണ്. അങ്ങനെ ഓരോ മെനുവിലും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത ഓരോരോ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ അതിൻ്റെ താഴെ കാണുന്നതാണ് മെയിൻ ടൂൾ ബാർ. ഈ കാണുന്നതാണ് കേട്ടോ മെയിൻ ടൂൾ ബാർ. ഈ മെയിൻ ടൂൾ ബാർ നമുക്ക് നമ്മുടെ മൗസ് ബട്ടണിലെ സെൻറ്റർ കീ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് പാൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കേട്ടോ, ഇത് കണ്ടോ മെയിൻ ടൂൾ ബാർ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വർക്കിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. ഇത് അൺഡു ചെയ്യാനുള്ളത്, അതിൽ റീഡോ ചെയ്യാനുള്ളത്, അതുപോലെ മൂവ്, സെലക്ട്, സ്നാപ്പ്, മിറർ, ഫയൽ സെറ്റിങ്സുകൾ, മെറ്റീരിയൽ, അതുപോലെ റെൻഡർ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അതിലുള്ളത്. അതേപോലെ നമുക്ക് ഈ വലതു ഭാഗത്ത് കാണുന്നതാണ് കോമൺ പാനൽ എന്ന് പറയുന്നത്. ഇതൊരു മെയിൻ ഏരിയ ആണ് കോമൺ പാനൽ. ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ വ്യൂ പോർട്ടിലേക്ക് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ വരയ്ക്കുന്നതും അത് ഷേപ്പ് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും എല്ലാം ഈ ഒരു കോമൺ പാനൽ വെച്ചിട്ടാണ്. കോമൺ പാനലിൽ തന്നെ നമുക്ക് ജിയോമെട്രി ഉണ്ട്, ഷേപ്സ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഈ കോമൺ പാനലിൽ നിന്നാണ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ നമുക്ക് താഴെ കാണുന്നൊരു ഭാഗമാണ് ഇത് അനിമേഷൻ ടൂളാണ്. ഈ ഏരിയ അനിമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിൽ തന്നെ ഇത് കണ്ടോ X, Y, Z എന്ന് പറയുന്നത് നമ്മുടെ ഈ മൗസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ പൊസിഷൻ അവിടെ കാണിക്കുന്നതാണ്. എത്ര ഇതിലാണ് അത് വന്ന് നിൽക്കുന്നത്, അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഈ കാണുന്നതാണ് ടൈം ബാറാണ്. അനിമേഷൻ്റെ ടൈം കീ സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള ടൈം ബാറാണത്. അതെല്ലാം നമുക്ക് പിന്നീട് നമുക്ക് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഇത് അതേപോലെ അനിമേഷൻ്റെ പ്ലേ ബട്ടൺസുകളാണ്. ഇത് കണ്ടോ പ്ലേ ബട്ടൺസ്, അത് ബാക്ക് അടിക്കാനുള്ളതും ഇതെല്ലാമാണ് ഈ കാണുന്നത്. ഇത് കീ സെറ്റ് ചെയ്യുന്ന അനിമേഷൻ കീ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഈ കീ സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് നാവിഗേഷൻ ടൂളുകളാണ്. നമ്മുടെ പേഴ്സ്പെക്റ്റീവ് വ്യൂ പോർട്ടിനെ നിയന്ത്രിക്കാനുള്ള നാവിഗേഷൻ ടൂളുകളാണ് ഈ കാണുന്നത് കേട്ടോ. 3D മാക്സിൻ്റെ ഒരു വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇത് ഡിഫാൾട്ടായിട്ട് സിസ്റ്റം തരുന്നത് ഇങ്ങനെ 4 കോളമായിട്ടാണ്. അതിൽ ഇടത് ഭാഗത്ത് ആദ്യം കാണുന്നത് ലെഫ്റ്റ്, ഇത് കാണുന്നത് ടോപ്പ്, അതേപോലെ പേഴ്സ്പെക്റ്റീവ് വ്യൂ, അതേപോലെ ലെഫ്റ്റ്. ഇങ്ങനെ 4 വ്യൂ പോർട്ടാണ് നമുക്ക് കാണുന്നത്. ഈ കാണുന്നത് ഇതിൻ്റെ ഗ്രിഡുകളാണ് കേട്ടോ. നമുക്ക് വരയ്ക്കാനുള്ള ഗ്രിഡുകളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗ്രിഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമുക്ക് കീബോർഡിൽ G എന്ന ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ വ്യൂ പോർട്ടിനെ തന്നെ നമുക്ക് പല രീതിയിൽ ചേഞ്ച് ചെയ്യാം. അത് സിസ്റ്റം തന്നെ കുറച്ച് വ്യൂ പോർട്ടിൻ്റെ സ്റ്റൈലുകൾ നമുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇത് കണ്ടോ ഒരു ആരോ ഇവിടെ ഞെക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും സെറ്റിങ്സുകൾ നമുക്ക് കിട്ടും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് സിംഗിളായിട്ട് പാനലാണ് വേണ്ടതെങ്കിൽ സിംഗിൾ സെലക്ട് ചെയ്യാം. അതെല്ലാം 3 എണ്ണമാണ് വേണ്ടതെങ്കിൽ 3 എണ്ണം വ്യൂ പോർട്ട് സെലക്ട് ചെയ്യാം. ഇത് കണ്ടോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ. ഇപ്പം ഞാൻ സാധാരണ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ 4 പാനലുള്ള ഈ വ്യൂ പോർട്ടാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ വ്യൂ പോർട്ടിനെ ഇത് നമുക്ക് ഇപ്പോൾ ഇത് കിടക്കുന്നുണ്ടോ ടോപ്പ്, ഫ്രണ്ട്, ലെഫ്റ്റ്, പെർസ്പെക്റ്റീവ് ഈ രീതിയിലാണ്. ഇപ്പം നിങ്ങൾക്ക് ആവശ്യം എനിക്ക് ഈ ലെഫ്റ്റ് പാനൽ ഇതിലാണ് എനിക്ക് പെർസ്പെക്റ്റീവ് വേണ്ടതെന്നിരിക്കുക. അപ്പോൾ ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന അതിൽ മൗസ് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ഞെക്കി പിടിക്കുമ്പോൾ ഇതേപോലെ ഒരു പാനൽ വരും. അതിൽ നമുക്ക് പെർസ്പെക്റ്റീവ് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ പെർസ്പെക്റ്റീവ് ആക്കി. എനിക്ക് ഈ പെർസ്പെക്റ്റീവ് വേണ്ടത് ലെഫ്റ്റ് പാനലാണ്. അപ്പം ഞാനത് ലെഫ്റ്റ് ഞെക്കി. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പാനൽ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതേപോലെ മെനുവിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എടുക്കണം നിർബന്ധമില്ല കേട്ടോ. നമുക്ക് കീബോർഡിൽ ഷോർട്ട് കട്ട് ഞെക്കി നമുക്കത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് വീണ്ടും ഇത് തന്നെ ലെഫ്റ്റിലേക്ക് ആവുന്നു. അപ്പോൾ L എന്ന് ഞാൻ പ്രസ് ചെയ്യാണ് കണ്ടോ, അത് ലെഫ്റ്റ് ആക്കി. ഇപ്പോൾ ഈ ലെഫ്റ്റ് ആയ ഇത് നമുക്ക് അത് പെർസ്പെക്റ്റീവ് ആക്കണം. അതിനെന്ത് ചെയ്യണം, കീബോർഡിൽ നമ്മൾ P എന്ന് പ്രസ് ചെയ്യാം കേട്ടോ, ആ പെർസ്പെക്റ്റീവ് ആക്കി. ഇങ്ങനെ നമുക്ക് ഈ വർക്ക് സ്പേസിനെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഈ വ്യൂ പോർട്ട് കസ്റ്റമൈസേഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ കാണുന്ന ഡബിൾ
ലൈനായിട്ടുള്ള എല്ലാ പോർഷനുകളും എല്ലാ മെനൂസുകളും നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതായത് ഇത്തരം ഡബിൾ ലൈനുകളുള്ളത് കേട്ടോ, ഇവിടെയൊക്കെ കണ്ട് ഡബിൾ ലൈൻ, ഇത്തരം ഡബിൾ ലൈനുള്ള എല്ലാ മെനുകളും മെനു ബാറുകളും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് നോക്കിക്കേ, ഇപ്പോൾ ഈ മുകളിലെ ഈ മെനു ബാർ നമുക്ക് ക്ലിക്ക് ചെയ്ത് താഴെ കൊണ്ടുവന്ന് വെച്ചു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മൗസിൽ റൈറ്റ് ക്ലിക്ക് ബട്ടൺ അമർത്തി പിടിച്ചിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാവുന്നതാണ്. അത് കോമൺ പാനലിൽ ഞാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അതേപോലെ നമ്മുടെ വലത് ഭാഗത്ത് ഈ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്, അവിടെ നമുക്ക് കുറേ ഇതുണ്ട്. അൾട്ട് മെനു ആൻഡ് ടൂൾ ബാർ നോക്കൂ. അപ്പോൾ നമ്മുടെ ചില മെനു ബാറിലെല്ലാം ചെറിയ മാറ്റങ്ങൾ വന്നില്ലേ, നോക്കി ശ്രദ്ധിച്ചോ. ഈ ഭാഗത്ത് കുറേ ആ മുകളിൽ നിന്ന കുറേ മൂവ് ബട്ടൺസ്, സ്നാപ്പ് ഇതെല്ലാം ഈ ഭാഗത്ത് വന്നു. അതേപോലെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെറിയ മാറ്റങ്ങൾ വന്നു. അതുപോലെ ഡിസൈൻ സ്റ്റാൻഡേർഡ് ഇതാണ് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻ്റർഫേസ് ഈ രീതിയിലാണ് വേണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഇത് കണ്ടോ, ഇതിലെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നതായിട്ട് കണ്ടോ. അതേപോലെ മെയിൻ ടൂൾ ബാർ, മോഡുലാർ ആ ഒരു ഇതിൽ കൊടുക്കാം. അതുപോലെ മോഡുലാർ മിനി ഈ രീതിയിൽ കൊടുക്കാം. അടുത്തത് നമുക്ക് ഡിഫാൾട്ടായിട്ട് നമ്മുടെ സിസ്റ്റം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ സാധാരണ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഡിഫാൾട്ടായിട്ട് എങ്ങനെയാണ് കിടക്കുന്നത് അത് നമുക്ക് സേവ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊന്നും വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീസെറ്റ് ചെയ്യാം. നമുക്ക് പഴയ പോലെ റീസെറ്റ് ചെയ്യേണ്ട റീസെറ്റ് ടു എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിഫാൾട്ടായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക്, ആ ഒരു ലെവലിലേക്ക് നമുക്ക് കിട്ടും. ഇനി അടുത്തതായിട്ട് വീണ്ടും ഒരു കസ്റ്റമൈസേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് കസ്റ്റമൈസ് എന്ന ഇതിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ ഷോ UI എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത ചില കോമൺ പാനലുകൾ നമുക്ക് മെനൂസുകൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് കോമൺ പാനൽ ആവശ്യമില്ലാതിരിക്കട്ടെ, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കോമൺ പാനൽ പോയി. ഇനി അത് വീണ്ടും വേണമെങ്കിൽ വീണ്ടും ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കസ്റ്റമൈസിൽ ഷോ UI അതിൽ ഏതെങ്കിലും റിബൺസ്, വ്യൂ പോർട്ട് ലേഔട്ട്, ഇത് ഏതാണ് മെയിൻ ടൂൾ ബാർ, ഇത് വേണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അടുത്ത് ഈ കസ്റ്റമൈസിൽ തന്നെ നമുക്ക് കസ്റ്റം ഡിഫാൾട്ട് സ്വിച്ചർ എന്ന് പറയുന്ന ഒരു മെനു ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ഒരു മെനൂസ് നമുക്ക് കിട്ടും. അതിൽ മാക്സ് എന്ന് പറയുന്നതിൻ്റെ വലത് ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കിടക്കുന്ന ഡിഫാൾട്ടായിട്ടുള്ള അത് നമുക്ക് എന്ത് ചെയ്യാം, AME ലൈറ്റ് വേർഷനായിട്ട് ഇതേപോലെ ലൈറ്റ് വേർഷനായിട്ട് കിട്ടും. അത് നമ്മളിവിടെ സെറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഇൻ്റർഫേസ് മൊത്തത്തിൽ മാറും, ഒരു ലൈറ്റ് കളറിൽ കണ്ടോ. ദ ഡിഫാൾട്ട് സെറ്റിംഗ്സ് വിൽ ബി എഫക്റ്റ് ദ നെക്സ്റ്റ് ടൈം യു റീസ്റ്റാർട്ട് 3D Max. അപ്പോൾ അടുത്ത തവണ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങി അത് ആക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാറ്റാം. അതേപോലെ തന്നെ അത് നമുക്ക് ഡാർക്ക് ആക്കണമെങ്കിൽ പഴയ രീതിയിൽ ഡാർക്ക് ആക്കണമെങ്കിൽ അത് ഡാർക്കായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് യൂസർ ഇൻ്റർഫേസ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ കസ്റ്റമൈസിൽ തന്നെ പോയിട്ട് പ്രിഫറൻസിൽ പോവുക. പ്രിഫറൻസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. അപ്പോൾ അതിൽ ജനറലിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കണ്ടോ, സീൻ അൺഡു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ എത്രയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു 100 ആണെങ്കിൽ 100 വരെ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വർക്ക് ചെയ്തൊരു 100 ടൈംസ് നമുക്ക് ബാക്കിലേക്ക് അൺഡു അടിച്ച് നമുക്ക് ആ വർക്കിലേക്ക് എത്താം. തിരിച്ചത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അതേപോലെ ഫയൽ അടുത്ത് വേറെ ബാക്കി ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെയുള്ളത് ഫയലിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇതുണ്ട്. ഈ സെക്കൻഡ് ഇതിൽ കൺവേർട്ട് ടു ലോക്കൽ ഫയൽ പാത്ത് ടു റിലേറ്റീവ്, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് തരണം കേട്ടോ. ടിക്കില്ലാതെ കിടക്കുകയാണെങ്കിൽ നിങ്ങളതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കണം. കഴിച്ചാൽ നമ്മുടെ ഫയലുകളുടെ പാത്ത് കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണത് കേട്ടോ. അതുപോലെ ഈ ഓട്ടോ ബാക്കപ്പ്, ഈ ബാക്കപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ ടിക്കായിട്ട് കിടക്കുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ടിക്ക് ചെയ്യണം. കാരണം വെച്ചാൽ ചില സമയത്ത് 3D Max നമ്മുടെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ പ്രോബ്ലം കൊണ്ടൊക്കെ ചിലപ്പോൾ
അത് പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ ഓട്ടോ ബാക്കപ്പ് ഇത് ക്ലിക്ക് ചെയ്തിടാണെങ്കിൽ അത് ലാസ്റ്റ് ചെയ്ത നമ്മുടെ വർക്ക് അതിൽ ബാക്കപ്പായിട്ട് കിടപ്പുണ്ടാവും. അത് നമ്പർ ഓഫ് ബാക്കപ്പ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഞാനിവിടെ 10 സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കപ്പ് അതിൻ്റെ ഇൻ്റർവെൽസ് എത്ര മിനിറ്റിൽ ഈ ബാക്കപ്പ് നമുക്ക് എടുക്കണം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഞാൻ 15 മിനിറ്റ് ആയിട്ട് അത് 10 വേണമെങ്കിൽ 10 ആക്കാം, നിങ്ങൾക്ക് 5 മിനിറ്റ് വേണമെങ്കിൽ 5 മിനിറ്റ് ആക്കാം. അപ്പോൾ അത്രയൊക്കെ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ബാക്കപ്പിൻ്റെ ഫയലുകൾ കൂടുതൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊരു എനിക്ക് തോന്നുന്നു ഒരു 10 15 ഒക്കെയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. 15 മിനിറ്റിനുള്ളിൽ ഒക്കെ ഓട്ടോ ബാക്കപ്പ് ചെയ്യുന്നത്. അത് മെയിനായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്ത വ്യൂ പോർട്ടിൽ നോക്കേണ്ടത് ഡ്രൈവറാണ്. ഇപ്പം നമുക്ക് ചിലവർക്കൊക്കെ നല്ല ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാവും, പക്ഷെ അത് സിസ്റ്റം ചിലപ്പോൾ 3D Max അത് എടുക്കുന്നുണ്ടാവില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താ നമ്മൾ ഡിസ്പ്ലേ ഡ്രൈവർ പോയിട്ട് ചൂസ് ഡ്രൈവർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഡ്രൈവർ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, അതിൽ എൻ്റെ കോൺഫിഗർ ചെയ്യുന്ന ഡ്രൈവർ ഈ NVIDIA GeForce ആണ്, GTX 1050Ti. അത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മാറ്റണമെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഏത് ഡ്രൈവറിലേക്ക് നമുക്കിവിടെ സെലക്ട് ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം 3D Max ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് കോൺഫിഗർ ചെയ്യുന്നതായിരിക്കും. അടുത്തത് വരുന്നത് ഗാമയാണ്. ഗാമ നോർമലായിട്ട് സെറ്റ് ചെയ്യുന്നത് നമ്മൾ 2.2ലാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റെൻഡറിങ് ഒക്കെ വരുന്നത് വീറയിൽ റെൻഡറിങ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ അത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ യൂസർ ഇൻ്റർഫേസിൽ മെയിനായിട്ട് വരുന്നത്. ഇതെല്ലാം നിങ്ങൾ ഒന്ന് സ്വയം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഒന്ന് ലൈക്ക് അടിച്ച് ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ അടുത്ത നെക്സ്റ്റ് ട്യൂട്ടോറിയൽ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺ.